ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലെ എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എന്താണ്, പബ്ലിക് സ്പീക്കിംഗ് എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്പീക്ക് ഔട്ട്, അതായത് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രൊഫഷണൽ സ്കില്ലിനെ പറയുന്ന പേരാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് വൈഡ് റീഡിംഗ് ആണ്. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് വൈഡ് റീഡിങ്, ഒരുപാട് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വൈഡ് റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് വെക്കാബുലറി. നമുക്ക് ഓരോ വാക്കുകളെ, ഈ വായന മൂലം നമുക്ക് ഒരുപാട് വാക്കുകളെക്കുറിച്ചുള്ള ഒരു ഐഡിയകൾ കിട്ടും. എങ്ങനെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്രസ് ഐഡിയാസ് മോർ ക്ലിയർലി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഫീൽഡിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ വായിക്കും തോറും നമുക്ക് നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല വാക്കുകളും നല്ല പ്രൊണൗൺസിയേഷനും നല്ല എന്താ പറയുക ഗ്രാമറൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് എലിമിനേറ്റ്സ് വീക്ക്നെസ് ഇൻ ലാംഗ്വേജ് സ്കിൽസ്. ഇപ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് നമ്മുടെ എന്താ പറയുക നാടൻ ഭാഷ ഒഴികെ മറ്റ് ലാംഗ്വേജുകൾ സംസാരിക്കാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഇങ്ങനത്തെ വൈഡ് റീഡിങ്സ്, ഏത് ഭാഷയാണോ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് വേണ്ടത് അതിനെ കുറിച്ച് കൂടുതൽ വായിക്കും തോറും നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ ആ വീക്ക്നെസ് മാറ്റാൻ നമുക്ക് കഴിയും. ഇറ്റ് ഹെൽപ്സ് ടു റീഡ് തിങ്സ് റെലവൻറ്റ് ടു ദ ഫീൽഡ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് ഫീൽഡ് ഉദ്ദേശിച്ചാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയുമായിട്ട് ഒരുപാട് സംഗതികൾ, ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ഈ വൈഡ് റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിക്കേഷൻസ്, ബിസിനസ് ടെക്സ്റ്റുകൾ, മറ്റ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പോയിൻറ്റ്സ് നമുക്കതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻസാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഹോംവർക്കൊക്കെ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷനും പെട്ടെന്ന് അങ്ങോട്ട് കയറി പ്രസൻറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു പ്രസൻറ്റേഷനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മീറ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പറയണം, അപ്പോൾ എവിടെ തുടങ്ങണം, അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, അതിലെന്തൊക്കെയാണ് ഉദ്ദേശിക്കേണ്ടത്, അപ്പം ഒക്കെ എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിപ്പറേഷൻസോട് കൂടി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷന് തട്ടും തടവും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. പെട്ടെന്ന് നിങ്ങളോട് കയറി അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വാക്കുകൾ കിട്ടില്ല സംസാരിക്കാൻ. ചിലപ്പോൾ നമ്മൾ മൈൻഡിലുണ്ടാവും, പക്ഷെ നമുക്കത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പം നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പേടിയും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വയ്ക്കുക. ട്രിക്കി എന്ന് പറഞ്ഞാൽ വളരെ രസകരമായി ഓഡിയൻസിനോട് ചോദിക്കാനുള്ള, അതായത് നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ആ പ്രസൻറ്റേഷൻ മോർ ഇൻട്രസ്റ്റിംഗ് ആവും, അല്ലെങ്കിൽ ഓഡിയൻസ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലിസണിങ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ്
ആ ഓഡിയൻസിനെ നമ്മുടെ ആ പ്രസൻറ്റേഷൻ കഴിയുന്നത് വരെ ആക്റ്റീവായിട്ട് പിടിച്ചു നിർത്താൻ ഈ ട്രിക്കി ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ഈ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമാണ്. മൂന്നാമത് പറയുന്നത് ലിസൺ കെയർഫുള്ളി. ലിസൺ കെയർഫുള്ളി എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് ഓഡിയൻസ് എന്തെങ്കിലും പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞ് ഫീഡ്ബാക്ക് സമയത്ത്, അതോ അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളിൽ കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവതരിപ്പിച്ചതിന് ശേഷമോ നമുക്കുള്ള കമൻസ് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് ലിസൺ ചെയ്യണം, അത് കേട്ട് മനസ്സിലാക്കണം. കാരണം അത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് വഴികൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർക്ക് ആദ്യം വേണ്ടത് നല്ല ലിസണിങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ആ ലിസണിങ് കപ്പാസിറ്റി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു പീപ്പിൾ ടു ട്രസ്റ്റ് അസ്. അതായത് അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മേലിലൊരു വിശ്വാസം വരും. മനസ്സിലായില്ലേ? അത് ഞാനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അവർ പറയുന്നത് കേട്ട് നിൽക്കുക. അപ്പോൾ ആ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്താ നമ്മൾ പറയുന്നതൊക്കെ അവൻ കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ അവർക്ക് നമ്മളെ മേലൊരു വിശ്വാസം വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ലിസൺ ചെയ്യുന്നു നമ്മൾ അത്രയും സംസാരം കുറയും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ലിസണിങ് മോർ ആൻഡ് ടോക്കിംഗ് ലെസ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്രയും എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ദം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്. അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്നത് പിന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും എന്ത്? നമ്മുടെ നീഡ്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാവും. മേക്ക് ആൻ ഐ കോണ്ടാക്ട് വെൻ ദേ സ്പീക്ക്. അപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റിലുള്ള ആളാണെങ്കിലും ശരി, ഓഡിയൻസ് ആണെങ്കിലും ശരി, അവരുടെ കണ്ണിലാണ് കോണ്ടാക്റ്റ്. ഐ കോണ്ടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഐ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി ഒരു കാര്യം പറയാൻ നമുക്ക് നല്ലൊരു ഐ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് അയാൾ പറയുന്നതിൽ എന്തോ കളവുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? കൃത്യമായി കണ്ണിൽ നോക്കി പറയുമ്പോൾ എന്താണ്? നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? പറയുന്ന ആളെയും കേൾക്കുന്ന ആൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം, കേൾക്കുന്ന ആളെ പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാം? ഈ ഐ കോണ്ടാക്റ്റിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു പ്രൊഫഷണലുടെ ക്വാളിറ്റിയാണെന്ത്? മേക്കിംഗ് ഐ കോണ്ടാക്റ്റ് എന്നുള്ളത്. ഇറ്റ് ഷോസ് അവർ ഇൻട്രസ്റ്റ് ഇൻ ദം. അതായത് ഇങ്ങനെ നന്നായി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ പറയുന്നതിനോട് ഈ കേൾക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ഇറ്റ് ഷോസ് അവർ ഇൻട്രസ്റ്റ് ഇൻ ദം. അതായത് അവരുടെ മേലെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് കേൾക്കുന്നത് എന്നുള്ളത് അവർക്കൊരു വിശ്വാസം വരും. അപ്പോൾ ട്രസ്റ്റ്, നമ്മളെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് എന്നുള്ളത് ഈ ലിസണറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറാണ്. അപ്പം പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ മേലിലൊരു വിശ്വാസം ഉണ്ടാവും. നെക്സ്റ്റ് ബോഡി ലാംഗ്വേജ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമേജിൽ ഉണ്ട് ഒരുപാട് ഫാക്ടേഴ്സ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ചിരി, നമ്മുടെ നോട്ടം, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ നന്നായി ട്രിം ചെയ്ത് നല്ല ഹെയർ കട്ടൊക്കെ ചെയ്ത് മുടിയൊക്കെ നന്നായി വാർന്ന് വെച്ച് ക്ലീൻ ഷേവ് അല്ലെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് മീശയൊക്കെ നല്ല ഡെവലപ്പ് ചെയ്ത് വെക്കും. ഓരോ ഫാക്ടറിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വെച്ച് നമുക്കൊരു പേഴ്സണെ ഇവാലുവേറ്റ് ചെയ്യാം. അയാളുടെ ഒരു ഹാൻഡ് ഷേക്ക് കൊണ്ട് നമുക്ക് അയാളെ ഇവാലുവേറ്റ് ചെയ്യാം. അയാളുടെ ഒരു ചിരി, അല്ല അയാളുടെ ഒരു ഫേസ് കട്ട്, അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ്, അയാളുടെ ഹെയർ കട്ട്, താടി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ബോഡി ലാംഗ്വേജ് അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് തോട്ട്ഫുൾ. അപ്പോൾ നല്ലൊരു ബോഡി ലാംഗ്വേജും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേസും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വോയിസും ടോണൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത്, നന്നായി ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അതാണ് പറയുന്ന ഫസ്റ്റ് പോയിൻ്റ്. ഇറ്റ് ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് തോട്ട്ഫുൾ. അപ്പോൾ നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക്, അതായത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ ആ ബോഡി ലാംഗ്വേജ് എന്താണ്, കേൾക്കുന്ന ആൾക്ക് ഇനിയിപ്പം കേൾക്കാനുള്ള കഴിവില്ലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ച് അക്യുറേറ്റ് ആയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, മനസ്സിലാക്കും. ഇപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വോയിസ് കേട്ടോളുന്നില്ല. അപ്പോൾ നമ്മുടെ കാണിക്കുന്ന ബോഡി ലാംഗ്വേജസ്, നമ്മുടെ ആക്ഷൻസ് ഒക്കെ എന്താണ്, നമ്മുടെ തോട്ട്സിനെ ക്ലിയറായിട്ട് അക്യുറേറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ്, മേക്ക് ഷുവർ ദാറ്റ് വേർഡ്സ്, ടോൺ, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജസ് ഗോ വിത്ത് കോൺവെർസേഷൻ. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പറയുന്ന ഒന്നും നമ്മുടെ ബോഡി ലാംഗ്വേജ് വേറെ ഒന്നും, നമ്മുടെ എക്സ്പ്രഷൻസ് വേറെ ഒന്നും ആണെങ്കിൽ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതെന്താണ്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ടോൺ, നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മൾ പറയുന്ന കോൺവെർസേഷനുമായിട്ട് മാച്ച് ആവണം. അപ്പോൾ എന്ത് പറയുമ്പോഴും നമ്മൾ കയ്യോ അല്ലെങ്കിൽ തലയൊക്കെ ആട്ടി ആക്ഷൻ കാണിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊന്നും ആക്ഷൻ വേറൊന്നും ആണെങ്കിൽ കേൾക്കുന്ന ആളാകെ കൺഫ്യൂസ്ഡ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും വാക്കുകളും നമ്മുടെ ടോണ്, നമ്മുടെ സൗണ്ട്, അപ്പോൾ സൗണ്ട് കൂട്ടേണ്ട സമയത്ത് കൂട്ടണം, കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കണം. ജസ്റ്റേഴ്സ്, നമ്മുടെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ആംഗ്യ കൈയും കാലൊക്കെ ആട്ടുന്നത്, അതാണ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബോഡി ലാംഗ്വേജസ്, നമ്മുടെ ഡ്രസ്സ് ഒക്കെ എന്താണ്, നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് ആ കോൺവെർസേഷന് മാച്ചായിട്ട് വരണം. അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണ്, ആകെ കൺഫ്യൂസ്ഡ് ആകും. ഓക്കെ, അതാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്നത് തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ് എന്നാണ്. ലിസണർ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വേദിയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക എന്നല്ല. പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ത്, ഓഡിയൻസ് എങ്ങനെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്നത്, ഏത് പേഴ്സ്പെക്റ്റീവിലാണ്. ചിലപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പറച്ചിലുകൊണ്ട് ഓഡിയൻസിന് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ലിസണർ എങ്ങനെയാണ്, ഏത് പേഴ്സ്പെക്റ്റീവിലാണ് എടുക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ പേഴ്സ്പെക്റ്റീവിൽ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ആലോചിച്ച് അതിനനുസരിച്ച് വേണം വേർഡ്സും ടോണും ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ആൾ എടുക്കുന്നത് നേരെ നെഗറ്റീവായിരിക്കും. കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും തോന്നുക. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഓഡിയൻസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഓഡിയൻസ് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് നമ്മൾ ആദ്യം മുൻകൂട്ടി ആലോചിച്ച്, അതിനാണ് തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ റെസ്പോൺസസ് അക്കോർഡിംഗ്ലി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, നമ്മളൊരു കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഒരു ലിസണറുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പം അതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായല്ലേ? ഡോണ്ട് തിങ്ക് ദാറ്റ് വാട്ട് എവർ ബി ടെല്ലിങ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ റെസിപ്പിയൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്തത്, നമ്മൾ ഏതെങ്കിലും സ്റ്റേജിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലായി എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പം അയാൾക്ക്, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുക നേരെ നെഗറ്റീവായിട്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഓപ്പോസിറ്റായിട്ടായിരിക്കും ചിലപ്പം കേൾക്കുന്ന റെസിപ്പിയൻ്റോ അല്ലെങ്കിൽ ഓഡിയൻസോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വളരെ ക്ലിയറായിട്ട് ലിസണർ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആണ്. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം അവതരിപ്പിക്കുമ്പോൾ, മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബോസുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസൻറ്റേഷന് പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ എന്താണ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. കാരണം നമ്മുടെ തോട്ട്സും നമ്മുടെ ചിന്തകളും നമ്മുടേത് മാത്രമാണ്. മനസ്സിലായല്ലേ? അത് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഓഡിയൻസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ
കേൾക്കുന്ന ആളെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ബോസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ മറ്റുള്ള സ്റ്റാഫ് എന്ത് വിചാരിക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേജുകളിലെ നമ്മുടെ ബോഡി ലാംഗ്വേജുകളും നമ്മുടെ തോട്ട്സൊക്കെ ക്ലിയർ ആയിരിക്കണം. ആ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ലിസണർ പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ നമുക്കെന്താണ്, കോൺഫിഡൻ്റായിട്ട് കൂടി സംസാരിക്കാൻ നമുക്ക് പറ്റും. സ്പീക്കിംഗ് ഇൻ കോൺഫിഡൻറ്റ് മാനർ വിൽ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഗെറ്റ് റെസ്പെക്റ്റ് ഓഫ് ഓഡിയൻസ്. അപ്പോൾ നമ്മൾ സ്റ്റേജിലൊക്കെ നിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്, അതിനാണ് പ്രിപ്പറേഷൻസ് വേണമെന്നൊക്കെ പറയുന്നത്, നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല അടിപൊളി വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി നല്ലൊരു പ്രസൻറ്റേഷനൊക്കെ നടത്തുന്ന സമയത്ത് അത് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ മേലുള്ളൊരു വിശ്വാസവും നമ്മുടെ മേലുള്ളൊരു റെസ്പെക്റ്റൊക്കെ ഓഡിയൻസിന് ഫീൽ ചെയ്യും. ഒരാൾ ഉഷാറാണ്, നന്നായി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റ്, ഒരു റെസ്പെക്റ്റ് നമ്മളെ മേത്ത് വരും. ഇപ്പം നമ്മൾ വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത്, മനസ്സിലല്ലേ? അപ്പോൾ ആ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് കുറച്ച് ഫാക്ടേഴ്സ് വേണം. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ കമാൻഡ് ഓഫ് സബ്ജക്റ്റ് മാറ്ററിൽ സ്ട്രോങ് ആയിരിക്കണം. സബ്ജക്റ്റ് മാറ്ററിൽ കമാൻഡ് വേണം. കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ആധികാരികത, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ആധികാരികത, നമ്മുടെ നോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് ആ പറയുന്ന കാര്യങ്ങളുടെ നോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേർഡ് ചോയ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില വാക്കുകൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞാലും ചിലപ്പോൾ ഓഡിയൻസിന് നെഗറ്റീവായിട്ടാണ് എത്തുക, മനസ്സിലായല്ലേ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി എഴുതി ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മളത് മനസ്സിലാക്കി വയ്ക്കണം. ടോൺ ഓഫ് വോയിസ്, നമ്മൾ നല്ല കോൺഫിഡൻറ്റോട് കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ വോയിസ് അത്രയും എനർജി ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിരിക്കും. തീരെ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമ്മുടെ എനർജി താഴേക്ക് പോവും, സൗണ്ട് വല്ലാതെ പുറത്തേക്ക് വരില്ല, വാക്കുകൾ സ്റ്റക്കാവും, ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ടോൺ ഓഫ് വോയിസ് എന്തായിരിക്കണം, വളരെ പോസിറ്റീവായിരിക്കണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നല്ല വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ ബോഡി ലാംഗ്വേജ് ഒരു ഫാക്ടറാണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പം എന്താണ്, നമുക്ക് ഈ മുകളിൽ പറഞ്ഞ സബ്ജക്റ്റ് മാറ്ററിലുള്ള കമാൻഡും വേർഡ് ചോയ്സും ടോണും ഉണ്ടെങ്കിൽ തന്നെ ബോഡി ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ പവർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ല ബോഡി ലാംഗ്വേജ് വേണം, നല്ല ഡ്രസ് കോഡ്, നല്ല സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്, നല്ല മുടിയൊക്കെ ചെയ്യി, നല്ല വൃത്തിയിൽ ട്രിമ്മൊക്കെ ചെയ്ത് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള നല്ല ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള നല്ലൊരു ഹെയർ സ്റ്റൈല്, നല്ല ബിയേർഡ്, നല്ല ഷേപ്പ് ചെയ്തിട്ടുള്ള ബിയേർഡ്, ട്രിംഡായിട്ടുള്ള ബിയേർഡും മീശയൊക്കെ വെച്ച് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ വി ഫീൽ കോൺഫിഡൻറ്റ്. ആ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല പോസിറ്റീവ് വൈബ്രേഷനുള്ള ബോഡി ലാംഗ്വേജസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എബിലിറ്റി ടു മേക്ക് ഡയറക്റ്റ് ഐ കോൺടാക്ട് വിത്ത് ഓഡിയൻസ് എന്നാണ്. അപ്പോൾ ഓഡിയൻസുമായിട്ട് ഐ കോൺടാക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. കാരണം നമ്മൾ അവിടെ ഇവിടെ നോക്കി പറയുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എന്തുണ്ടാവില്ല, ഒരു കണക്ടിവിറ്റി ഉണ്ടാവില്ല. ആ കണക്ടിവിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായി ഐ കോൺടാക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മുന്നിലിരുന്ന് സംസാരിക്കുന്ന ആളോട് കൃത്യമായിട്ട് ഐ കോൺടാക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളൊരു ധാരണ വരും. അതുപോലെ തന്നെ നമ്മൾ ഇടതടവില്ലാതെ നമുക്ക് വാക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിലുള്ള കമാൻഡ്, വേർഡ് ചോയ്സ്, ടോൺ ഓഫ് വോയിസ്, ബോഡി ലാംഗ്വേജ്, ഐ കോൺടാക്റ്റ് വിത്ത് ഓഡിയൻസ്, ഇത്രയും 5 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. അങ്ങനെ ഒരു ഹൈ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിലും, ഏത് പ്രോഗ്രാമിനും, ഏത് മീറ്റിങ്ങിനും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ലാസ്റ്റ് പറയുന്നത് ഡെവലപ്പ് സ്കിൽസാണ്. ഡെവലപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അയാൾ എപ്പോഴും എന്താണ്, കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഹാർഡ് ഓൺ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള നിരന്തരം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് ഒന്നും കൂടെ ഫ്ലുവൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഫ്ലുവൻ്റായ ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ഒരു
പിന്നെ കൊളോക്കിയൽ ലാംഗ്വേജസ് ഒഴിവാക്കി നല്ല സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലേക്ക് മാറാൻ നോക്കും. നല്ല സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടെ പിന്നെ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ, കോൺഫിഡൻസ് ലെവൽ കൂട്ടാനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററുടെ ക്യാരക്ടറാണ് എന്ത്, ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തന്നെ ദർ ആർ മെനി ടെക്നിക്സ് വിച്ച് ഹെൽപ്സ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ പറയുന്ന കുറച്ച് സംഗതികളാണ് പിന്നെ മൈൻഡ് മാപ്പിംഗ്, വർക്ക്ഷോപ്സ്, ഓൺലൈൻ പിന്നെ കമ്മ്യൂണിക്കേഷൻ കോഴ്സസ്. ഇതൊക്കെ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സംഗതികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ ഈ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇൻക്രീസ് ചെയ്യാനുള്ള സംഗതികൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ 7 പോയിൻറ്റ്സ് കൃത്യമായി പഠിച്ചു വെച്ചോളാം. 5 മാർക്കിന് ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ, എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ടത്, നമ്മൾ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്, ആ പ്രസൻറ്റേഷനിലുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.